നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മോന് വെള്ളം വേണോ? സൂര്യ, വെള്ളം എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ആരുമില്ലേ? 2 മക്കളുണ്ട് സാറേ. അവരൊക്കെ നല്ല നിലയിലാ. ഒരു ദിവസം തൊഴാൻ വന്നിട്ട് നടയിലിരുത്തിയിട്ട് അവരങ്ങ് പോയി. അന്ന് മുതല് ഞങ്ങളുടെ കൂടെയാ. അവർക്കൊക്കെ തിരക്കാ മോനെ. അതിൻ്റെ ഇടയിൽ എൻ്റെ കാര്യം നോക്കാൻ സമയം കിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കുടുംബമൊക്കെ ഉണ്ടായിരുന്നാ സാറേ. എല്ലാവർക്കും ഓരോ കഥയും ഉണ്ട്. ഞങ്ങൾ ആരോടും ഒന്നും പറയാറുമില്ല, പറഞ്ഞ ആരുമായിട്ടും ഒന്നും വിശ്വസിക്കാറുമില്ല. പിച്ചക്കാരുടെ കഥയെന്ന് പറയുന്നത് കാശ് കൂടുതൽ കിട്ടാനുള്ള അടവാണെന്നല്ലേ എല്ലാരും പറയുന്നത്. ഈ മോളെ കണ്ടോ? ഇവൾക്ക് ജന്മനാ കാഴ്ചയില്ല. ഇവളുടെ അച്ഛനും അമ്മയ്ക്കും ഇവളെ വേണ്ട. കണ്ണില്ലാത്ത കുഞ്ഞ് ഭാരമല്ലേ, അതും പെൺകുഞ്ഞ്. പക്ഷെ ഞങ്ങൾക്ക് ഇവൾ ഒരു ഭാരമൊന്നുമല്ല. ഞങ്ങളാ ഇവളുടെ ഇപ്പോഴത്തെ അച്ഛനും അമ്മയും എല്ലാം. ചേട്ടാ, ഞങ്ങളൊക്കെ ഗതിയില്ലാണ്ട് ഇവിടെ വന്നിരിക്കുന്നതാ. ചേട്ടൻ എന്തോ നേർച്ചയെന്ന് പറഞ്ഞല്ലോ. എന്താ നേർച്ച? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ മോളെ, എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലെന്ന്. ഇപ്പൊ തീരെ വയ്യ. ഇന്നത്തെ ദിവസം മുഴുവൻ ഭിക്ഷയെടുത്ത് കിട്ടുന്ന പണം കൊണ്ട് 5 പേരുടെ വയറ് നിറയെ ഊട്ടണം. അതാ നേർച്ച. ചേട്ടന്റെ ഭാര്യ ആ ചേച്ചി നല്ല ഭാഗ്യവതിയാണല്ലോ. ചേട്ടൻ ചേച്ചിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ? ചേച്ചി നല്ലവളാ മോളെ. ചേച്ചിക്ക് വേണ്ടി ചേട്ടൻ ഇത്രയൊന്നും ചെയ്താൽ പോരാ. ചേട്ടൻ വിഷമിക്കണ്ട. ചേച്ചിയുടെ അസുഖം പെട്ടെന്ന് മാറും. മോളെ, ആരും പ്രതീക്ഷിക്കാത്ത ഒരവസ്ഥയില് സൂര്യ സാർ താലി കെട്ടിയതാ നിന്നെ. നിന്റെ ജീവിതം അതോടെ ഇല്ലാതായി അച്ഛൻ പേടിച്ചു. പക്ഷേ ഇപ്പൊ സൂര്യ സാർ ചെയ്യുന്നത് കാണുമ്പോ അച്ഛന് തോന്നുക, ഇതിനേക്കാൾ നല്ലൊരാളെ അച്ഛന് മോക്ക് വേണ്ടി കണ്ടെത്തി തരാൻ സാധിക്കില്ല എന്ന്. സ്വന്തം സ്ഥാനമോ കുടുംബത്തിന്റെ അഭിമാനമോ ഒന്നും നോക്കാതെ നിനക്ക് വേണ്ടി ഭിക്ഷയാചിക്കുക മോളെ. അത് നിന്നോടുള്ള സൂര്യ സാറിന്റെ സ്നേഹമാ. ഇനി ഇങ്ങനെ കിടക്കല്ലേ മോളെ, എഴുന്നേറ്റേ. മോളെ നന്ദിനി, എഴുന്നേക്ക് മോളെ, എണീക്ക് മോളെ. മോളെ അച്ഛാ, അച്ഛ ഇനി വീട്ടിലേക്ക് പൊയ്ക്കോ.